ഈ കാണുന്നത് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. വലിയൊരു പറമ്പാണ്. എന്താ സോ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പപ്പടവും പഴമായിരുന്നു. മീനാക്ഷിയാണ് വൈഷ്ണവിക്ക് വാരി കൊടുത്തത്. വസ്തുവ് തന്നെയൊക്കെയാണ് കേട്ടോ. വസ്തുവിന് പുട്ടും പപ്പടവും മതി എന്ന് പറഞ്ഞിട്ട് വസ്തുവ് പുട്ടും പപ്പടമാണ് കഴിച്ചത്. പിന്നെ അവർ കുറച്ച് നേരം കളിച്ചു. നമ്മളധികം കറികളൊന്നും ഓണത്തിന് വെച്ചില്ല. അവിയൽ, സാമ്പാർ, ഇഞ്ചിക്കറി, മാങ്ങാക്കറി, കാളൻ, അതൊക്കെയാണ് കേട്ടോ വെച്ചത്. ഇന്നലെ ഞാൻ വാങ്ങിക്കൊടുത്ത ബിൽഡിംഗ് സെറ്റ് വെച്ചാണ് ഇപ്പോൾ അവർ കളിക്കുന്നത്. അവർക്ക് ഭയങ്കര ഇഷ്ടമായി. കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ മീനാക്ഷിയും വൈഷ്ണവിയും കൂടി ഈ മേക്കപ്പ് ചെയ്യാൻ ഇറങ്ങി. കാരണം എൻ്റെ ചേച്ചി വരുമ്പോൾ പട്ടോടും ബ്ലൗസും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഫോട്ടോഷൂട്ട് എടുത്താൻ വേണ്ടി രണ്ടുപേരും ഉറങ്ങാണ്. ഒരു വശത്ത് വസ്തുവിരുന്ന് കളിക്കുന്നുണ്ട്. രാവിലെ പുട്ടും പപ്പടവും പടവും എനിക്ക് സെറ്റാകാത്ത ഞാൻ കുറച്ച് ചോറാണ് കേട്ടോ കഴിച്ചത്. അമ്മ ഇന്ന് സ്പെഷ്യലായിട്ട് പരിപ്പ് പായസമാണ് ഉണ്ടാക്കിയത്. ഈ വരുന്നതാണ് കേട്ടോ എൻ്റെ ചേച്ചി മോനും. മോൻ്റെ കാലിന് ഒരു ഫ്രാക്ചർ പറ്റിയിരിക്കുകയാണ്. വേറെ കാണുന്നതാണ് കേട്ടോ മോള് മീനാക്ഷി. അവളിപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് വെക്കേഷന് നിൽക്കാനായിട്ട്. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് തിരുവോണത്തിൻ്റെ അന്ന് വരുന്നത്. ഇന്ന് നമുക്ക് അമ്മ ഉണ്ടാക്കിയ പരിപ്പ് പായസം ഉണ്ടായി. ചേച്ചി കൊണ്ടുവന്ന സേമിയ പായസം സ്പെഷ്യലായിട്ടുണ്ടായി കേട്ടോ. മാങ്ങക്കറി, ബീട്രൂട്ട് കറി ഉണ്ടായാലും സൂപ്പറായി.